ഹലോ ഗായ്സ്, അപ്പോൾ തന്നെ നമ്മുടെ കണ്ടൽക്കാടുകളുടെ ഇടയിലുള്ള യാത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വരുന്ന വഴിക്ക് ഫുഡും കഴിച്ച് നമ്മൾ നേരെ എത്തിയത് നമ്മുടെ റിസോർട്ടിലാണ്. കാരണം 11-12 മണിയാകുമ്പോഴത്തേക്കും റിസോർട്ടിൽ നിന്ന് നമുക്ക് ചെക്കൗട്ട് ചെയ്യണം. നേരെ റൂമിലെത്തി നമ്മൾ ജസ്റ്റ് ഒന്ന് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റെഡിയായി. പിന്നെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് എന്തായാലും ക്ലിഫിൻ്റെ അവിടുത്തെ ഒരു ബീച്ചിലേക്കൊന്ന് ഇറങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്തേ, ബീച്ചിലോട്ടും കൂടി ഒന്ന് ഇറങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ പാപനാശം ബീച്ച്. നമ്മളിപ്പോൾ ബീച്ചിലേക്ക് ഇറങ്ങാമെന്നുള്ള രീതിക്ക് നമ്മൾ കുറേ നേരം ബീച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് വാച്ച് ചെയ്തു. സത്യം പറഞ്ഞാൽ ബീച്ചിൻ്റെ വ്യൂ എന്ന് പറയുന്നത് അടിപൊളി തന്നെയാണ്. ശരിക്കും ഇതൊക്കെ കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. കാരണം ഞാൻ ആ ബീച്ചിൻ്റെ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും ഫീൽ ചെയ്തത് അതായത് ഗോവ അല്ലെങ്കിൽ വല്ല മാലദ്വീപ്സിലായിരിക്കും എന്നുള്ളൊരു ഫീലാണ്. കാരണം ആ വെള്ളം നമ്മൾ മാലദ്വീപ്സിൻ്റെ പോയിട്ടില്ലെങ്കിലും മാലദ്വീപ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടത് വെച്ച് ഇവിടുത്തെ ആ ഒരു വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മൾ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം അത്ര അടിപൊളി ക്രിസ്റ്റൽ ക്ലിയർ ബ്ലൂ കളർ വെള്ളം തന്നെയായിരുന്നു. അടിപൊളി ബീച്ചാണ്. അപ്പം നമ്മൾ ഇറങ്ങാമെന്ന് പറഞ്ഞ് പോയപ്പോഴാണ് അവർ പറഞ്ഞത് താഴോട്ട് കുറേ നടന്ന് വേണം ഈ ബീച്ചിലോട്ട് എത്താനായിട്ട്. പക്ഷെ നമുക്ക് ടൈം അത്രയ്ക്ക് ഉണ്ടായില്ല. കാരണം നമുക്ക് എലിഫൻറ്റ് പാർക്കിലേക്കും പോകാനുണ്ടായിരുന്നു. കാവേരി എലിഫൻറ്റ് പാർക്കിലും പോകണം. അങ്ങനെ കുറേ പരിപാടി ഉണ്ടായി.